സംശയരോഗം ഇത് മറ്റ് പലരോടാവാം. ഇതുമാതിരി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് നമ്മളോട് തന്നെ വരുന്നത്. അത് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കഴിവിൽ സംശയം ഉണ്ടാവുക, നമുക്കൊരു സാധനവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാണ്ടിരിക്കുക, ഇതൊക്കെ സംശയം നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം. പലപ്പോഴും ഈ സംശയം വരുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഫീല്, ലോ സെൽഫ് എസ്റ്റീം, അങ്ങനെ പല റീസൺസും കൊണ്ടാണ്. നമുക്ക് തന്നെ തോന്നുകയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ. ആദ്യമേ തന്നെ നമ്മുടെ നെഗറ്റീവ് തോട്ടായി നമ്മുടെ ഈ ഡൗട്ട്സ് കാരണം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാവും. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനെ നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം. ഇനി പാർട്ട്ണറോട് സംശയമുണ്ടെന്ന് വിചാരിച്ചു, ഇതൊരു സംശയ രോഗമാണ്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് അയാളോടുള്ള സംശയം വെച്ച് നമ്മൾ അവരെ നോക്കുമ്പോണ്ടല്ലോ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് സംശയമായിട്ടേ തോന്നുള്ളൂ. എന്ത് കാര്യവും നമുക്ക് നോക്കുമ്പോൾ ഫുള്ള് നമുക്ക് പ്രശ്നമായിട്ട് തോന്നും, എല്ലാറ്റിനെയും നമുക്ക് ഡൗട്ടായിട്ട് തോന്നും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മളുടെ സംശയ രോഗത്തിന് കാരണം എന്താണെന്ന് പോലും നമ്മൾ അറിയാണ്ട് ഒരാളെ സംശയിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. സംശയം നമ്മുടെ ഇപ്പോൾ പാർട്ട്ണറിനോട് സംശയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്ത് കാര്യങ്ങളും അത് നോക്കുമ്പോൾ നമുക്ക് ഡൗട്ടായിട്ടേ തോന്നുള്ളൂ. പിന്നെ അവരെ ഇങ്ങനെ നോക്കുമ്പോൾ അവരിന്ന് എങ്ങടെ പോയേ, ഓ ഡൗട്ട്, എന്താ എൻ്റെ ഫോൺ എടുക്കാൻ ഡൗട്ടായി, അങ്ങനെ മൊത്തത്തിൽ നമുക്ക് സംശയത്തിലേക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ലൈഫിലേക്ക് പോകും. ഇനി ചിലപ്പോൾ ശരിക്കും ഡൗട്ടാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിന്ന് വരാം. ഉണ്ടാവാം, ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, അത് കണ്ടുകൊണ്ടായിരിക്കാം തെളിവ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോഴും നമുക്കിതൊരു ഒരു റീസൺ കാരണം കൊണ്ടും ഡൗട്ട് ഉണ്ടാവുന്നതുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരും വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കാറില്ല, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഇനി തുടർന്ന് കൊണ്ടുപോകണോ അതോ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഏതൊരു കാര്യത്തിലും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏതൊരു ബന്ധത്തിലും അവർ നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പറ്റുവാണെങ്കിൽ നിൽക്കുക, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം നോക്കിപ്പോ എന്ന ആറ്റിറ്റ്യൂഡിലുള്ളവരുണ്ട്. ഭൂമിയോളം സഹിച്ചിട്ട് ഇങ്ങനെ സബ്മിസീവായി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു റീസൺ ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, നിങ്ങൾക്കതുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. അത് ഇനി എന്താണ് എന്നുള്ളതും അതിൻ്റെ റിയൽ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് ഒരിക്കലും അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ആൻഡ് എഗെയിൻ ആ ഡൗട്ടിൽ കൊണ്ടുപോയിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടും വീണ്ടും ആ റിലേഷനിലേക്ക് തിരിച്ചു പോകുന്നതിനും ഒരു മീനിങ്ങും ഇല്ല. അത് പിന്നെയും പ്രശ്നത്തിലാവുള്ളൂ. നമ്മൾ വൺസ് നമ്മളൊരു സോറി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പിന്നീട് കംപ്ലീറ്റ് നമ്മൾ അതിലേക്ക് തന്നെ ആ ഒരു മീനിങ്ങിൽ തന്നെ നമ്മൾ പോകാൻ നോക്കണം. പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംശയം കാരണം കൊണ്ട് നമ്മൾ പറയില്ലേ, കഴിക്കൂല, ആരെയും കൊണ്ട് കഴിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് പോവുക. അപ്പം നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന സംശയം, ഇൻസെക്യൂരിറ്റി ഫീൽ, ഇനി നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ്, വേറെ ബന്ധങ്ങളുണ്ട്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത്. നിങ്ങളെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റാക്കി കൊണ്ടുവന്ന് നിങ്ങളുടേതായ രീതിയിൽ ജോലിയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നോക്കി നല്ല രീതിയിൽ നിങ്ങളെ കൊണ്ടുവരണം. എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. ഫിനാൻഷ്യലി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നല്ല പഠിപ്പും വിവരവും ജോലിയും ഒക്കെ നമുക്ക് സാധിക്കണം. പലപ്പോഴും പല ഇഷ്ടങ്ങളിലേക്കും ചെന്ന ആളുകൾ ചാടാം. പലർക്കും എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാവുന്നൊരു കാര്യം. വൺസ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരതിനെ തിരുത്താൻ റെഡി ആവുകയാണെങ്കിൽ നമ്മൾ പോകണം. അതിനോട് തല്ലോടിയോ വഴക്കൂടിയോ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന യുദ്ധങ്ങളൊന്നും അല്ല അവിടെ ഉണ്ടാവുന്നത്. വളരെ കൂളായിട്ട് നമ്മൾ സംസാരിക്കുക. രണ്ടു കൂട്ടർക്ക് ആ തെറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ നോക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നുമില്ലാണ്ട് സംശയിക്കുന്ന ആൾക്കാർ പല അസുഖങ്ങളുടെ കാരണവും, പാരനോയ വന്നത് പല അസുഖങ്ങളുടെ കാരണമായിട്ടുണ്ടാവും. എന്നെ ആരോ കൊല്ലാൻ വരുന്നതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളുണ്ട് തോന്നുന്നു, ഇങ്ങനെ പല രീതിയിലും നമുക്ക് കാണാറുണ്ട്. ഇതൊക്കെ ഓരോന്ന് പല അസുഖങ്ങളുടെ കാരണമായിട്ടുണ്ടാവും. അതല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന മാതിരി ഒരു സംഭവം ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന സംശയങ്ങളുണ്ടാവും. അതെപ്പോഴും എനിക്ക് ഒരുപാട് കൗൺസിലിങ്ങിന് കിട്ടാറുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ റിലേഷൻഷിപ്പ് പിടിച്ച ശേഷം പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, മാഡം എനിക്കിങ്ങനെ പ്രശ്നം വരുന്നു. അപ്പം ഞാനിപ്പോഴും പറയും, ഒരു ദിവസം കൊണ്ട് ശരി വരൂ പറഞ്ഞ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോകുന്ന മാതിരിയല്ല. അതിലേക്ക് നല്ല നല്ല ഒരു പോസിറ്റിവിറ്റി ഉണ്ട്. പലപ്പോഴും സ്ത്രീകൾക്ക് പൊറുത്താലും അവർക്കുണ്ടാകുന്നൊരു പ്രശ്നം വെച്ചാൽ അവരിങ്ങനെ മൈൻഡിൽ അതിങ്ങനെ കൊണ്ടു നടക്കും. പുരുഷനെന്ന് പറഞ്ഞാൽ വൺസ് അതും കൂടെ ആയിക്കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് കളയുന്ന ഒരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ സ്ത്രീ അങ്ങനെയല്ല. അപ്പോൾ പുരുഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, പുരുഷൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ഈ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി അവരിങ്ങനെ പറയുമ്പോൾ നിങ്ങളത് കേട്ട് ഇറിറ്റേറ്റഡ് ആവാനോ സാഡ് ആവാനോ അല്ല നോക്കേണ്ടത്. അവരുടെ ഒരു പ്രശ്നം അങ്ങനെയാണ്, അതിനെ അംഗീകരിച്ച് അവരെ കുറച്ചും കൂടി കെയർ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ കെയർ ചെയ്യുമ്പോൾ അവർ പറയും, ഓ ഇപ്പോൾ സ്നേഹിക്കാൻ വേണ്ടി കാണുമ്പോൾ നിങ്ങൾ ഇത് കാരണം കൊണ്ട് അങ്ങനെയൊക്കെ
പറയും. പക്ഷെ അതൊരു കുറച്ചൊരു ടേമുള്ളൂ. നമ്മൾ അതിനൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ നിങ്ങളായിട്ടിരിക്കാനാണ് എപ്പോഴും നോക്കേണ്ടത്. പിന്നെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിവാഹ ബന്ധത്തിലേക്കോ ഒരു പ്രണയത്തിലേക്കോ പോകരുത്. നമുക്കവിടെ ഓക്കെ അല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പറയണം. കുട്ടികൾ എന്നുള്ളൊരു കാര്യവും നിങ്ങളുടെ രണ്ട് കൂട്ടരുടെയും തീരുമാനത്തിൽ വേണം എത്താൻ എന്ന് പറയില്ലേ. അപ്പോൾ ഈ സംശയം ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാവുന്നതും യാതൊരു കാരണവും ഇല്ലാണ്ടുണ്ടാവുന്നതും ഒക്കെ പലപ്പോഴും മനസമാധാനം കുറയ്ക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. താങ്ക് യു.